നമ്മളെ എത്ര പേര് മീറ്റിങ്ങിനുണ്ടാവും? 27. അല്ല ഇവിടെ പറഞ്ഞതാ മോളെ. രാവിലെ എത്ര 27 30? കൃത്യമായിട്ട് പറ. 29. ഞാൻ 30 കൂട്ടിക്കോളാം. മീറ്റിംഗ് ഉച്ചയ്ക്ക് 30 ഇത് പറഞ്ഞിട്ടുണ്ട് ഞാൻ. വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ദുബായ് നടരാജനാ. ചിക്കൻ ബിരിയാണി ആണോ? ഒരു കാര്യം ചെയ്യും, ഇത് കൊടുത്ത് അവൻ്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ എടുത്തിട്ട് വാങ്ങിച്ച് ചിക്കൻ ബിരിയാണി കഴിക്കാൻ പറഞ്ഞത്. ചിക്കനും കൂടെ വാങ്ങിച്ച് കഴിക്കട്ടെ. അവൻ തിന്നാനാണേ പറഞ്ഞത് പാർട്ടി മീറ്റിങ്ങിന്. എന്നാൽ പിന്നെ അവൻ്റെ അടുത്ത് പറ, ഇന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം ഇല്ലാന്ന് ചുമ്മാ നീ പറഞ്ഞു കേട്ടാ. ഞാൻ എത്തിക്കോളാം, ഞാനങ്ങ് എത്തിക്കോളാം. ഞാനവിടെ എത്തിക്കോളാം. വരും. ഇതൊക്കെ എടുത്തോണേ, ബാനറും ആ സംഭവം. ശരി എന്നാ, ഓക്കെ. എന്താണ് നടരാജന് മീറ്റിങ്ങിന് അവനെ ഉച്ചയ്ക്ക് ചിക്കൻ ബിരിയാണി വേണം. ഞാൻ നമ്മൾ ദുബായ് റെസ്റ്റോറൻറ്റിൽ ഒരു 30 വെജിറ്റബിൾ ബിരിയാണി പറഞ്ഞിട്ടുണ്ട്. എന്റെ ഡാഡി ഞാനും വരാൻ കഴിക്കാൻ മീറ്റിങ്ങിന്. ഞാൻ ഫുള്ള് നിൽക്കാം. പിന്നെ എന്റെ മോളിവിടെ പട്ടിണിയല്ലേ. വല്ലപ്പോഴും പിള്ളേർക്ക് എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ കൊതിയൊക്കെ പറയും. മക്കളെ, ഈ ബിരിയാണിയും അത് ഇറച്ചി മാംസം ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് മൃഗത്തിന്റെ സ്വഭാവം കിട്ടും. ഡാഡിക്ക് മൃഗത്തിന്റെ സ്വഭാവം. ഡാഡി പണ്ട് എപ്പോഴും ഇറച്ചി മട്ടനൊക്കെയാണ് കഴിക്കണേന്ന് പറഞ്ഞതാ. ചുമ്മാ പറഞ്ഞല്ലേ. ഇന്ന് എവിടെ പോവാ? ഇന്ന് മീറ്റിങ്ങിന് പോവാ. ആണോ? ഇന്ന് എന്നോട് വേറൊരു കാര്യം ഏറ്റായിരുന്നു. എന്ത് കാര്യം? ജമന്തിയുടെ അച്ഛനെ കാണാൻ പോകണ്ടായത് ഇന്നോ നാളെന്നും പറഞ്ഞ് കിടക്കാൻ മനുഷ്യൻ. ജമന്തിയുടെ അച്ഛൻ ഇന്നും നാളെ പറഞ്ഞിട്ട് കുറെ വർഷം കൊണ്ട് കിടക്കല്ലേ. അത് ഇന്നും നാളെ അല്ലടി, ഈ നൂറ്റാണ്ടിലൊന്നും അത് പോകും. എന്റെ ക്ലീറ്റ് ഇത് എല്ലാ പ്രാവശ്യത്തെയും പോലെ അല്ലാട്ട് അവർക്ക് തീരെ വയ്യ. അത് കുഴപ്പമൊന്നുമില്ലെന്നേ. കണ്ടില്ലെങ്കിൽ മര്യാദകേടാന്ന്. ഇന്നത്തെ മീറ്റിങ്ങിന് ആര് പോകും? മീറ്റിംഗ് പിന്നെ ഒരു ദിവസത്തേക്ക് മാറ്റി വെക്ക്. നന്നായി, ജമന്തിയുടെ അച്ഛന് വേണ്ടിട്ട് മീറ്റിംഗ് മാറ്റി വെക്കാം. അപ്പൊ പിന്നെ ഇന്നലെ എന്തിനാ ക്ലീറ്റോ ഏറ്റത്? ഞാൻ നോക്കട്ടെ എന്നല്ലേ പറഞ്ഞോളൂ, ഏറ്റില്ലല്ലോ. ക്ലീറ്റോ മരിച്ചു കഴിഞ്ഞിട്ട് പോയി ചെന്നിട്ടുണ്ടെങ്കിൽ നാണക്കേടാട്ടോ. പിന്നെ മരിച്ച ആള് പരാതി പറയാൻ വരില്ലേ? നിങ്ങൾ എന്താ ഞാൻ മരിക്കുക? ഒന്ന് പോ. അവളുടെ മുഖത്ത് എങ്ങനെ നോക്കും ക്ലീറ്റോ? ആരുടെ? അവളുടെ, ജമന്തിയുടെ. അവൾ എന്റെ മുഖത്തോട്ട് നോക്കിയില്ലെങ്കിൽ എനിക്ക് അത്രയും സമാധാനമുണ്ട്. വേണ്ട ക്ലീറ്റോ, നമ്മൾ ആപത്ത് സമയത്ത് ആരുടെങ്കിലും കൂടെ ഒക്കെ നിന്നാലേ മറ്റുള്ളവർ നമുക്കും കൂടെ നിൽക്കുള്ളൂ കേട്ടാ. അതെ, എന്റെ അച്ഛൻ മരിക്കാൻ കിടക്കുമ്പോ ഇവരാരും പറയണ്ട, ആരും വന്ന് തിരിഞ്ഞു നോക്കണ്ട, എനിക്ക് ഒരു പരാതിയില്ല. അപ്പൊ ക്ലീറ്റോ വന്നില്ലേ? ക്ലീറ്റോ എനിക്ക് മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. മീറ്റിംഗിന് പോകണ്ടെന്ന് പറഞ്ഞില്ലേ? പിന്നെ മീറ്റിംഗിന് പോകണ്ട, നീ അങ്ങ് തീരുമാനിച്ചാൽ മതിയാ. ക്ലീറ്റോ മോശമാണ് ക്ലീറ്റോ, കഷ്ടമുണ്ട്. ഞാൻ പറയണ ഒന്ന് കേക്ക് ക്ലീറ്റോ. അല്ലെങ്കിൽ ഒരു കാര്യം, നീ പോയിട്ട് വാ. നിങ്ങൾ പിന്നെ ഇവിടെ ഒലക്ക വിഴുങ്ങിയിരിക്കണ കാര്യം. ആ കിടക്കണ മനുഷ്യൻ വലിച്ചു വലിച്ച് കിടക്കണ ആളിന് ഞാൻ പോയാ നീ പോയെന്നൊന്നും അറിയാൻ പറ്റൂല. ഒരു കാര്യം മാത്രമല്ല ഐസിയിലല്ലേ എങ്ങനെ കാണാൻ പറ്റും കയറി. ക്ലീറ്റോ നമ്മളവിടെ ചെന്നു എന്നുള്ളൊരു പേര് മതി. ക്ലീറ്റോ ഒരു കാര്യം ചെയ്യും, അവിടെ വന്നിട്ട് ഒന്ന് കണ്ടെന്ന് എത്തിയിട്ട് വേഗം പോന്നോ. ഞാൻ വൈകുന്നേരം പോന്നോളൂ. അങ്ങനെ ഒരു ഇതൊക്കെ സ്വഭാവം. ഞാനൊരു കാര്യം പറയാം, ഇതാണ് ഇന്ന് നമ്മൾ ആൾക്കാരുടെ ഒക്കെ ഒരു പ്രവണത. ഒരു കപട ഇത്, നമ്മളവിടെ പോകുന്നു വരുന്നു, അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ കപടത്തൊക്കെ നീക്കാൻ നിൽക്കണ്ട, വന്നേ. ഞാൻ വരൂല. എന്നെ കൊണ്ടുപോകാൻ നോക്കട്ടെ, എനിക്ക് മീറ്റിങ്ങിന്. ഞാനിപ്പോ പറഞ്ഞത് തെറ്റിപ്പോയതുകൊണ്ടല്ലേ ഈ വിളിക്കണത്. എന്ത് കപടതാന്ന് പറഞ്ഞാൽ എനിക്ക് അറിയാതൊക്കെ പറയാൻ. അല്ല, ഞാൻ ആലോചിക്കുന്നത്, ഞാൻ ഇന്നലെ പാർട്ടി ഓഫീസിൽ നിന്ന് അടുത്ത ഇലക്ഷനിൽ നിന്നെ നിർത്തണം, നീ പ്രസംഗിക്കണം എങ്ങനെയാണെന്നാണ് ഞാൻ ആലോചിച്ചത്. ഇല്ല എടേ പറ്റില്ല, നീ നടക്കൂല. പോയിട്ട് വാ. അല്ലെങ്കിൽ ഈ ക്ലീറ്റോനെ ആർക്കും ഇഷ്ടമല്ല. ഇതുകൊണ്ട് ഈ ക്ലീറ്റോ ഒരു മര്യാദ ഇല്ലാത്ത പണി കാണിക്കും. പിന്നെ എങ്ങനെ ആൾക്ക് നമുക്ക് പോയിട്ട് ക്ലീറ്റോ വേഗം പോകുന്നോ? ഒരു കാര്യം ചെയ്യും, നമുക്ക് എല്ലാവരും കൂടെ നേരെ പാർട്ടി ഓഫീസിൽ അവിടെ മീറ്റിങ്ങിന് പോവാം. മീറ്റിങ്ങിന് പോയിട്ട് അതുവഴി വേണമെങ്കിൽ മീറ്റിംഗ് കഴിഞ്ഞിട്ട് പോവാം. ബിരിയാണി തീറ്റ വരില്ല അല്ലേ? ഞാൻ വരില്ല. എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി വിളിക്കും. ഇല്ല, ഞാൻ വിളിക്കില്ല. കഷ്ടമുണ്ട് ക്ലീറ്റ, എന്നെ ഇങ്ങനെ പൊട്ടിയാക്കിക്കോ നിങ്ങൾ. ഞാനിങ്ങനെ പാവായതുകൊണ്ടാണ് നിങ്ങളുടെ കൂടെ നിൽക്കണം. നിനക്ക് പഠിക്കാനൊന്നുമില്ലേ? അല്ല കനക, ഇത്രയും സീരിയസ് ആണെന്ന് അറിഞ്ഞ സ്ഥിതിക്ക് നീ എന്ന് അവിടത്തോളം പോണല്ലേ അതിന്റെ മര്യാദ? ഒരു കുഴപ്പമില്ലാന്ന്. അങ്ങേർക്ക് എന്താണ് പ്രശ്നം? നല്ല ആരോഗ്യാണ്, അടുത്ത കാലത്തൊന്നും മരിക്കൂല. ആണോ? അല്ല, പെട്ടെന്ന് വാന്നൊക്കെ പറഞ്ഞ് വിളിപ്പിച്ചപ്പോ ഞാൻ കരുതിയേ ഇത് എത്ര പ്രാവശ്യമായി. ഇത് ഈ ശ്വാസം മുട്ടലടങ്ങുമ്പോൾ ആശുപത്രി പോവുക, അവിടെ ഐസിയിൽ കിടക്കുന്ന 2 ദിവസം അത് കഴിഞ്ഞാൽ തിരിച്ചിങ്ങോട്ട് പോരും. ഇതല്ലേ മൂപ്പർക്ക്. പിന്നെ എന്താ വെച്ചാൽ മോളെ കാണാനില്ലാതെ ആയി കഴിഞ്ഞാൽ ഈ അസുഖം കൂടും ചെയ്യേ. ഒന്ന് കണ്ടു കഴിയുമ്പോ അവിടെ നിൽക്കും. ഇവളോട് പോയി കഴിഞ്ഞ് 2 ദിവസം അവിടെ നിന്ന് കഴിഞ്ഞാൽ മൂപ്പര് അസുഖം മാറും. ഇപ്പൊ ഈ മര്യാദ ഇങ്ങനെ വായിലേക്ക് അടിക്കണ ഒരു സാധനം ഇറങ്ങിയിട്ടുണ്ട്, അവിടെ നിൽക്കും ശ്വാസം മുട്ട്.
അതൊക്കെ ഉണ്ട്. ആണല്ലേ? അതൊക്കെ എന്നോ വാങ്ങിച്ചതല്ലേ. ആ, ഇപ്പോഴും എന്താണ് മൂപ്പരുടെ പ്രശ്നം എന്നുള്ളത് ഇതുവരെ ഡോക്ടർമാർ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. നല്ല വീഡിയോ വലിയ ഉണ്ടാവും. പേടിയല്ലല്ലോ, ഇത് കേട്ട് ഇങ്ങനെ വലിച്ചോണ്ടിരുന്നായിരുന്നല്ലോ. ഞങ്ങളുടെ അവിടെ ഒരാളുണ്ട് ഇങ്ങനെ മറ്റേ താക്കോലിൽ ഇരിക്കൂലേ അലമാരിയുമോ, ഇങ്ങനെ ഇരിക്കും എപ്പോഴും. ബാലേട്ടനല്ലേ? ആ, ഇയാൾക്ക് എപ്പോഴും ശ്വാസം മുട്ടാണ്. ബാലേട്ടനല്ലേ? ആ, ബാലേട്ടൻ. പുള്ളിയൊക്കെ അറിയാം. ആ, ഇപ്പൊ അമ്മയും വരണമെന്ന് പറയുന്നുണ്ട്. ഇപ്പൊ എല്ലാരും കൂടെ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഈ വീടൊക്കെ അടച്ചു പൂട്ടിട്ട് പോണ്ടേ? ഞാനെന്താ പറയണെന്നറിയോ, ഇനി പെട്ടെന്ന് അവിടെ എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചു കഴിഞ്ഞാൽ ആളുകൾ നിന്നെ അന്വേഷിക്കും. അപ്പോൾ അവിടെ ഇല്ല, കേട്ടറിഞ്ഞിട്ടാ ചെന്നതെന്ന് പറഞ്ഞാൽ അതൊരു കുറച്ചിലാണത്. ഏയ് ഒരു കുഴപ്പമില്ലാന്ന്. എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അപ്പാണ് പോണം. ആ, അല്ലാതെ ഇപ്പൊ അവിടെ ആൾക്കാരൊക്കെ ഉണ്ടെന്ന്. അല്ല, കുഴപ്പമില്ലെങ്കിൽ കുഴപ്പമില്ല. ഒരു ആണായിട്ട് നീ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെയാണ് ഞാൻ പറയണത്. ഇല്ലെങ്കിൽ പിന്നെ വിളി വരുമ്പോൾ എന്തെങ്കിലും പോയച്ചാൽ മതി. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ നീ വിളിച്ചോ, ഞാൻ എപ്പോഴും റെഡിയാണ്. വണ്ടിക്ക് നമുക്ക് അങ്ങോട്ട് പോകേ. അല്ല, ആരാണ് അവിടെ നിന്ന് മാറണം? ആരോ? ആ, എന്താണ് ചാരിറ്റി കണ്ടുള്ള ലക്കി കൂപ്പൺ കേട്ടോ. ലക്കി കൂപ്പണാ? അതൊന്നും വേണ്ടോ? ഇല്ലടാ, ഒന്നും അതൊന്നും വേണ്ട. വേണ്ട കേട്ടോ. ചാരിറ്റി പ്രവർത്തനത്തിന് വേണ്ടിയാണ് നമ്മൾ എല്ലാ പ്രാവശ്യവും ചെയ്യുന്നതാണ്. ഞങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ. എവിടെയാണ് നിങ്ങൾ? സ്ഥലം എവിടെയാണ്? പാലോടാണ് സാർ, കുറച്ച് ദൂരെയാണ്. ദൂരെയാണെങ്കിൽ അവിടെ പിരിച്ചാൽ പോരെ, വെറുതെ ഇവിടെയൊക്കെ ഒന്ന് ബുദ്ധിമുട്ടിക്കണോ? ചാരിറ്റി വേണ്ടാണ് സാർ. ഇതിപ്പോ എന്താ കൂപ്പണാ? ആ കൂപ്പണാണ്. ആ സമ്മാന കൂപ്പണാണ്. ഇതൊക്കെ കിട്ടുമോ? ഇത് ഫ്രിഡ്ജും ടി വി ഒക്കെ ഉറപ്പായിട്ടും കിട്ടും. എന്നാലും 10 റുപ്യ? അല്ല, 50 രൂപ സാർ. 50? 10 റുപ്യ ഒന്നുമില്ലേ? 10 രൂപയൊന്നുമില്ല. ഏയ്, അതൊക്കെ 10 പഴയ രൂപ. കാലമല്ലേ? അതൊക്കെ പഴയ കാലഘട്ടമാണ്. കൂപ്പണൊന്നും വേണ്ട, ഒരു 10 രൂപ വന്നാൽ പോരെ? ചാരിറ്റി പ്രവർത്തനം വേണ്ട, നല്ലൊരു കാര്യത്തിന് വേണ്ടിയല്ലോ കേട്ടോ. എന്നാ ഒരെണ്ണം എഴുതിക്കോ. നമ്പർ ചേട്ടാ നമ്പർ തന്നെ കേട്ടോ. എന്ത് നമ്പര്? നമ്പർ, മൊബൈൽ നമ്പർ. അതിനാ? അത് എന്തെങ്കിലും അടിച്ചു കഴിഞ്ഞ് വിളിച്ച് പറയണ്ടേ? ആ, വിളിച്ചു പറയൂ. പിന്നെ അത് ശരി. ആ, അപ്പം നമ്പർ എഴുതിക്കോ കൃത്യമായിട്ട്. ഇതൊക്കെ എടുക്കോ ഇല്ലെന്നാവോ? നോക്കണ്ട അല്ലേ? ആ, എഴുതിക്കോ. നമ്പർ ഇവിടെ ശരി. മതി, ഒരെണ്ണം മതി. പേന വേണ്ടേ? ആ വേണം. താങ്ക്സ് ചേട്ടാ. അതേ, പിള്ളേര് വരുമ്പോ ഇതൊക്കെ കൊടുത്തില്ലെങ്കിലേ ഇവന്മാര് നീലം വെച്ച് എഴുതി വെക്കും. അഴിമതി കിഴിമതി എന്നാ ഞാൻ പോയിക്കോട്ടെ. എന്നാ ഞാൻ പോയിക്കോട്ടെ. ആ, എന്നോട്ടോ. ഇവരുടെ പുറകെ തന്നെ പോകാം, അല്ല എൻ്റെ വീട്ടിലും കയറുമാര്.